ഹലോ ഗൈസ്, മമ്മു സോങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കൂന് കുക്ക് ചെയ്യാൻ പോവാണ്. കൂൻ മസാല, മഷ്റൂം മസാല. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി നമ്മളെ ഒന്ന് അനുഗ്രഹിക്കണേ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് കൂൺ ഫ്രൈ ഉണ്ടാക്കാം. അത് ഞാൻ ഒരു 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കൂന്. അപ്പോൾ നമുക്ക് നേരെ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കാം ആദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കൂനും ഒന്ന് കട്ട് ചെയ്ത് നീളത്തിൽ എടുക്കണം കേട്ടോ. കൂണിനെ നമുക്ക് ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കണം. നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ മുഴുവൻ കട്ട് ചെയ്ത് തരാം. ഇതിന്റെ തൊലിയൊക്കെ അങ്ങനെ പൊളിച്ചിട്ട് അങ്ങനെ കളയാം കേട്ടോ. മുകൾ ഭാഗത്ത് തൊലി പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. നമുക്ക് അതങ്ങനെ കട്ട് ചെയ്തായി ഈ കറുത്തത്. ഓക്കെ, കട്ട് ചെയ്ത് തൊലിಯನ್ನು എടുത്ത ശേഷം നിങ്ങൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സെൻറ്ററിൽ കട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതാവും. അപ്പം ഇങ്ങനെ മെല്ലെ സുഖമായി കട്ട് ചെയ്ത് കണ്ട റെഡിയായി വരുന്നു. നമ്മളെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതേപോലെ കട്ട് ചെയ്യുക. കറുത്ത സാധനം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ അതിൻ്റെ തൊലി, പുറത്തൊരു തൊലി ഉണ്ട്, അതും കൂടി നമുക്ക് ശരിയാക്കണം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം. അതിനുശേഷം ഇനി അടുത്ത ഇതിലേക്കുള്ള മറ്റുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ അതിലേക്ക് 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി, ഒരു 3-4 എടുത്തിട്ടുണ്ട് പീസാട്ടോ, 2-3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു തണ്ട് കറിവേപ്പില. തക്കാളി, പച്ചമുളക് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഉള്ളി ഇതാ ചെറുതായിട്ട് ഇതാ അരിഞ്ഞിട്ടുണ്ട്, കുഞ്ഞിതായിട്ട് അരിയുക കേട്ടോ ഉള്ളി. നമുക്ക് ഇനി നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി അത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളർ മാറിയട്ടെ. അപ്പോൾ അത് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി, ചെറുങ്ങനെ അരിഞ്ഞ ഉള്ളി അടിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നല്ല മസാല പോലെ ആവണമെങ്കിൽ നമുക്ക് 2 ഉള്ളി വേണം കേട്ടോ. ഉള്ളി കുറഞ്ഞാൽ നമുക്ക് മസാല അതിൽ കിട്ടില്ല. സാധനമൊക്കെ ഒന്നും സെറ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റർ ഭാഗം ഒന്നിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച
തക്കാളി മുളകും കൂടി അരച്ചാണ് അത് നമുക്ക് സെന്ററിൽ ഇട്ടുക. അരച്ച പച്ചമുളകും തക്കാളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കുക. നടുവ് തന്നെ ഇട്ടിട്ട് മിക്സ് ആക്കണം കേട്ടോ. നടുവിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമുളകൊന്ന് മാറി ഇടണം. ഓക്കെ, നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നടുവിൽ ആ എണ്ണ ഇങ്ങനെ മൂടി വരും. ആ എണ്ണയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. നിങ്ങൾക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ ഒരു മണം വേറെ തന്നെ കയറി വരും. ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ കേട്ടോ, കാശ്മീരി ചില്ലി, കുറച്ച് കുരുമുളക് പൊടി, ഒരു അടപ്പ് വിനാഗിരി, പാകത്തിനുള്ള വെള്ളം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് നോക്കാം. അതിൻ്റെ ഇടയിൽ ഉണ്ടെന്നുണ്ട് കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പിടാണ്. നമ്മൾ നോക്കിയിട്ടില്ല. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മളെ മഷ്റൂം കൂനിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുക. ഇതിലേക്ക് നമുക്ക് മസാല ഇടാണ്ട് ഒന്ന് റെഡി ആകട്ടെ. ഒരു ഹാഫ് വേവ് കേട്ടോ, അരമുക്കാൽ വേവ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള മസാല ചേർക്കാം. കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് നമുക്കൊന്ന് തുറന്നു നോക്കാം. സെറ്റായി ആണ് ലെവലായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചേക്കാം. നമുക്ക് തുറന്നു നോക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അടച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ടൈം വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു 15-20 മിനിറ്റ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആകെ സമയമുണ്ട് അടുപ്പത്ത് കയറിയ ശേഷം. ഓക്കെ, ഒക്കെ നോക്കിയാൽ കാലത്ത് അങ്ങനെ സാധനങ്ങളൊക്കെ അതാ എണ്ണയൊക്കെ മുകളിലൊക്കെ കയറി വരാൻ തുടങ്ങണ്ട. ഏതാണ്ടൊക്കെ നമ്മൾ സാധനം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഐറ്റം മസാല ഇടണം. 1 സ്പൂൺ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഞാൻ, ചെറിയ സ്പൂൺ കേട്ടോ. അതുപോലെ 1/2 സ്പൂൺ ഗരം മസാല, ചെറിയ സ്പൂണാണേ. നമ്മൾ മസാല കൂട്ടൊക്കെ ഇതിലായി കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും സ്ലോ, ഏറ്റവും കുറക്കാൻ പറ്റാത്തത്തോളം കുറച്ച് വെക്കണം ഫ്ലെയിം. ഓക്കെ, മസാല ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈറ്റ് ആവും. കണ്ടോ, നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. സാധനം അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എന്താ വെച്ചാൽ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, മേത്തിക്ക് തെറിക്കണം നോക്കണം. തെറിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മേത്തിക്ക് ഇപ്പോൾ തെറിച്ച് ചെറുങ്ങനെ ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടുമ്പോഴേ ശ്രദ്ധിക്കണം. മസാല അങ്ങനെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് മസാല ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ വേറെ ഒന്നും ഒരു കറിയും വേണ്ട. ഇതിൻ്റെ കൂടെ ഇത് മതി. എത്ര ചോറ് വേണമെങ്കിലും പോകും. അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. ഒന്ന് ഇളക്കി വിടുക. നമ്മൾ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ട്. ഓക്കെ, മഷ്റൂം ഫ്രൈ. നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കൂൺ മസാല ഇവിടെ മഷ്റൂം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ ബൈ.